ചൂട്. കോന്നി സീറ്റിനായി അതേസമയം അടൂർ പ്രകാശ് സമ്മർദ്ദം ചെലുത്തുകയാണ്. മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. മിനിറ്റുകൾക്കകം ആ കുറിപ്പ് ഡിലീറ്റായി. ഇതാ നമുക്കിപ്പം വിവരങ്ങളുമായി അമൽ തേനമ്പ്രമുണ്ട്. അമൽ, കോന്നിയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും നേരത്തെ നിശ്ചയിച്ച പേരുകളല്ലല്ലോ വരുന്നത്, അതിനപ്പുറത്തേക്കുള്ള പേരുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സമ്മർദ്ദത്തിൽ വളരെ പ്രധാനപ്പെട്ട പലരുടെയും തല ഉരുളുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനറാണ്. കോന്നിയിൽ അദ്ദേഹം മത്സരിക്കുമോ? ഇനി സാധ്യതയുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? കോന്നിയിൽ എന്തായാലും അവിടെ സതീഷ് കൊച്ചുപറമ്പിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, ഫ്ലക്സൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഒരു ശ്രമം നടത്തുകയാണ് അടൂർ പ്രകാശ്. കെ സുധാകരന് സീറ്റ് ലഭിക്കുമെന്നൊരു വാർത്ത വരുന്നതിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുൻപാണ് അടൂർ പ്രകാശ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. കോന്നിയിലേക്ക് ഇല്ല, അതോടൊപ്പം തന്നെ മാറി നിൽക്കാൻ തയ്യാറാണ്. താൻ സ്ഥാനാർത്ഥി ആവാസത്തിൽ ചിലർക്കൊക്കെ വിഷമമുണ്ടെന്നറിയാം, പക്ഷേ പാർട്ടി പറയുന്നത് അംഗീകരിക്കുകയാണ്. UDF-ന്റെ വിജയത്തിനായി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കും എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. പക്ഷേ സുധാകരന് സീറ്റുണ്ട്, AK ആന്റണിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, സുധാകരന് കൈപ്പത്തി ചിഹ്നത്തിൽ കണ്ണൂരിൽ മത്സരിക്കാം എന്നൊരു വിവരം പുറത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് സീറ്റുണ്ടെങ്കിൽ എന്തുകൊണ്ട് തനിക്കാകാൻ പറ്റില്ല എന്നൊരു ചോദ്യം അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ സമ്മർദ്ദം അടൂർ പ്രകാശ് ചെലുത്തുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനി നമ്മൾ ഇത്രയും നേരം ഡൽഹിയിലെ ചർച്ചകളുടെ വിശദാംശങ്ങളൊക്കെ പറയുമ്പോഴും ചില തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴും ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇപ്പോൾ പറയാൻ കഴിയുന്നത്, ആ ചർച്ചയിൽ പേര് പറയുന്നില്ല, പക്ഷേ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഹൈക്കമാൻഡ് നേതൃത്വത്തോട് പറഞ്ഞത് കെ സുധാകരന് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ, അടൂർ പ്രകാശിന് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ താൻ വഹിക്കുന്ന പദവി ഒഴിയും എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇപ്പോൾ അടൂർ പ്രകാശിനുള്ള പ്രശ്നമാണോ, അതോ പാർട്ടിയുടെ പൊതു നന്മയെ കരുതി അങ്ങനെ രാജിവെച്ച് കളയും എന്നുള്ളതാണോ? എന്താണ് എന്ന് വ്യക്തതയില്ല. പക്ഷേ ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിമാരായാൽ, MP-മാർ സ്ഥാനാർത്ഥിമാരായാൽ താനിപ്പോൾ വഹിക്കുന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വിവരം. എന്തൊക്കെ ഇക്വേഷൻസ് ആണ്? MP-മാർ സ്ഥാനാർത്ഥിമാരായാൽ, ഇപ്പോൾ MLA-മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തും UDF-ലും മത്സരിച്ചിട്ടുണ്ട്, MP-മാരായ ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ചില ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. MP-മാർ മത്സരിച്ചാൽ പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതാണ് മുഖ്യമന്ത്രി കസേരയിൽ ക്ലെയിം വരുമോ, ഈ ഈഴവ പ്രാതിനിധ്യമോ മറ്റെന്തെങ്കിലും പ്രാതിനിധ്യമോ സീനിയോറിറ്റിയോ വരുമോ? മുഖ്യമന്ത്രി കസേരയിൽ ഇനി ഇതിൽ കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ്. കർണാടകത്തിലേക്ക് നോക്കിയാൽ ആരാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ നയിച്ചത്? DK ശിവകുമാർ. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും പണം കൊണ്ടും ഡിഫൻസ് കൊണ്ടും എല്ലാം നയിച്ച DK ആണ്. പക്ഷേ അവിടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവും നമ്മൾ കണ്ടതാണ്. തെലങ്കാനയിലേക്ക് വന്നാൽ അന്ന് ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം YSR-ന്റെ മരണത്തിന് ശേഷം YSR-ന്റെ മകൻ വരേണ്ട സ്ഥാനത്ത് അന്ന് K. റോസയ്യാണ് വന്നത്. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ രാജസ്ഥാൻ്റെ കാര്യം എടുത്താൽ സച്ചിൻ പൈലറ്റ് പദയാത്രയൊക്കെ നടത്തി അവിടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അന്ന് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ട്, പഴയ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്ന അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായത്. അശോക് ഗെഹ്ലോട്ട്, റോസയ്യ, ഇപ്പൊ പറഞ്ഞ സിദ്ധരാമയ്യ, ഇവരൊക്കെ സീനിയർ ലീഡേഴ്സ് ആണ് പ്രായം കൊണ്ട്. അപ്പൊ കേരളത്തിലും സീനിയർ ലീഡർമാരിൽ ആരെങ്കിലും ലാൻഡ് ചെയ്യുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള കളിയാണ്. പക്ഷേ ഈ കളിച്ച് കുളിപ്പിച്ച് അല്ലേ, കുട്ടിയില്ലാതാക്കരുത്, കുട മുടക്കരുത് എന്നതാണ് ഇപ്പോഴത്തെ